പോയിന്റ് പഠിച്ച ഒരാൾക്ക് എവിടെ എത്താം? ഇതിൻ്റെ ആൻസറിൽ എത്താം. കാരണം എന്താണ്? നമ്മളോട് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണ് അല്ലേ? എടുത്തെടുത്ത് പറഞ്ഞതാണ്, മസ്റ്റായിട്ട് പഠിച്ചു വെക്കണമെന്ന് കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ച പോയിന്റ് ആണ് അല്ലേ? കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത് SCERTയിൽ എടുത്ത് പറഞ്ഞ ഭാഗമാണല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ വരും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വാല്യൂ വെച്ചിട്ട് സമുദ്രനിരപ്പിൽ നിന്നുള്ള, അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ എന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ എടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ LGSൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പ് തന്നിരുന്ന കാര്യമാണ്, നമ്മൾ പഠിപ്പിക്കുന്ന ഭാഗത്ത് നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുള്ളൂ, അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ അത് പോവത്തില്ല എന്ന്. അപ്പോൾ അതേ വാക്ക് ഞാൻ പാലിച്ചിരിക്കുകയാണ്. സോ നമ്മൾ എടുത്ത ഭാഗത്ത് നിന്ന് തന്നെയാണ് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. സോ നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നോക്കൂ, കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, 87 മുനിസിപ്പാലിറ്റികളും 6 കോർപ്പറേഷനുകളും അല്ലേ, മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട്. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ്. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത് അല്ലേ. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, നമ്മുടെ ക്ലാസ്സിലുള്ള നോട്ടാണ്. ഗ്രാമപഞ്ചായത്തുകൾ 941 അല്ലേ, അതുപോലെ തന്നെ 87 മുനിസിപ്പാലിറ്റികൾ, 6 കോർപ്പറേഷനുകൾ. അപ്പോൾ ആ ഒരു പോയിന്റ് എന്താണ്? ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എന്നുള്ളത് നമ്മുടെ ക്ലാസ് കേട്ടവർക്ക് മനസ്സിലായി കാണും. അവരെന്താണ് കൃത്യമായിട്ട് അത് രണ്ടും എന്താണ് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു പോയൊരു പോയിന്റാണ് അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗരപഞ്ചായത്തുകളാണ് എന്ന് അല്ലേ. ഇനി അതുപോലെ തന്നെ ഇത് ലോജിക്കലി ആലോചിച്ചാലും എന്താണ് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത്. നമ്മൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരെ നമ്മൾ കേട്ടിട്ടില്ല. അതും എന്താണ് ലോജിക്കലി ഒന്ന് തിങ്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 4th ഓപ്ഷൻ ആണ്. സോ ഈ ഒരു ആൻസർ എന്താണ്? നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? കേരളത്തിൻ്റെ കടൽ തീരം 590 കിലോമീറ്റർ അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് 590 ശരിയാണ്, അതുപോലെ തന്നെ 580 എന്താണ് ശരിയാണ് അല്ലേ. എടുത്തെടുത്ത് പറഞ്ഞതാണ്, മസ്റ്റായിട്ട് പഠിച്ചു വെക്കണമെന്ന് കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ച പോയിന്റാണ് അല്ലേ. കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത് 580, അതുപോലെ തന്നെ 590 എന്താണ് ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ക്ലാസ് കണ്ടവർക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയായതാണ് എന്നറിയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞു പോയ ഒരിതാണ്, മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് നമ്മുടെ അഡാക്ക് എന്ന് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞു പോയ പോയിൻ്റാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്. ഈ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ ക്ലാസ്സിലും എന്താണ് ഈ പോയിന്റും അതുപോലെ തന്നെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ എന്നാലും ആ ഒരു പോയിന്റ് അറിയില്ലെങ്കിൽ പോലും ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയായതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ് എല്ലാം ശരി എന്നുള്ളത് വരും അല്ലേ. കാരണം ഇതിലെന്താണ് 1ഉം 2ഉം ശരി, 2ഉം 3ഉം ശരി, അങ്ങനെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷനും തന്നിട്ടില്ല. ആകെ തന്നിരിക്കുന്നത് എല്ലാം ശരിയെന്നാണ്. അപ്പോൾ 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ പഠിച്ചു പോയത് കൊണ്ട് തന്നെ നമുക്ക് എന്തിലേക്ക് എത്താം? ആൻസറിലേക്ക് എത്താം, എല്ലാം ശരി എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റ് എന്താണ് നമ്മുടെ ക്ലാസ് കണ്ടവർക്ക് അതുപോലെ തന്നെ പഠിച്ചവർക്ക് എന്താണ് ആ ഒരു മാർക്കും കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും സംബന്ധിച്ച് വിവരങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഏതാണ് ശരിയായ ജോഡികൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോ വന്യജീവി സങ്കേതവും അതുപോലെ തന്നെ പക്ഷി സങ്കേതമാവട്ടെ ദേശീയോദ്യാനമാവട്ടെ ഇതെല്ലാം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഏത് ഇയർ ആണ് എന്നുള്ളത് കൃത്യമായി പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞ് എടുത്തെടുത്ത് നമ്മൾ
റിവിഷനിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും എല്ലാം എടുത്ത് നിങ്ങളെ പഠിപ്പിച്ച് തന്ന പോയിന്റുകളാണ് അല്ലേ. നോക്കിക്കേ, മതികെട്ടാൻ ചോല വയനാട്, പാമ്പാടും ചോല ഇടുക്കി, ആറളം കണ്ണൂർ, കരിമ്പുഴ കൊല്ലം അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ദേശീയോദ്യാനം പറയുമ്പോൾ എടുത്തെടുത്ത് പറഞ്ഞതാണ്. ആകെ നമ്മുടെ സൈലന്റ് വാലി മാത്രമാണ് പാലക്കാട് ജില്ലയിലുള്ളത്. ബാക്കി 4 ദേശീയോദ്യാനങ്ങളും ഇടുക്കി ജില്ലയിലാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഈ ഒരു പോയിന്റ് എന്താണ്, തെറ്റാണ്. ഈ ഒരു പോയിന്റ് ശരിയാണ് എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചിരുന്നു. ഇനി ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതും നമ്മളെന്താണ് കൃത്യമായിട്ട് പഠിപ്പിച്ചതാണ്. ആറളം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് അല്ലേ. ഓരോ വന്യജീവി സങ്കേതവും നാഷണൽ പാർക്കും എല്ലാം നമ്മൾ ജില്ലകൾ എടുത്തെടുത്ത് നിങ്ങളെ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ കരിമ്പുഴ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ്, കൊല്ലമല്ല. കരിമ്പുഴ എവിടെയാണ്, മലപ്പുറത്താണ് അല്ലേ. കരിമ്പുഴ വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്, കരിമ്പുഴ വന്യജീവി സങ്കേതം നമ്മുടെ എത്രാമത്തെയാണ്, 6ാമത്തെ. കേരളത്തിൽ നമ്മൾ PSC ഒഫീഷ്യൽ കീ പ്രകാരം ഏതാണ്, നമ്മുടെ 5 നാഷണൽ പാർക്സ് ആണ്. അപ്പോൾ 6ാമത്തെ ആയിട്ട് പരിഗണിച്ചിരിക്കുന്നത് കരിമ്പുഴയാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നോക്കിക്കേ, കരിമ്പുഴ അത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ആറളം നോക്കിക്കേ, അത് കണ്ണൂരാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദേശീയോദ്യാനങ്ങൾ നോക്കിക്കേ, എല്ലാ ദേശീയോദ്യാനവും നമ്മളെന്താണ് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലേ. കേരളത്തിൽ 7ാമതായിട്ട് എന്ന് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ കേന്ദ്ര വനം വകുപ്പ് റിപ്പോർട്ട് പ്രകാരം നമുക്ക് എത്ര നാഷണൽ പാർക്ക് ഉണ്ട്, 6 നാഷണൽ പാർക്ക് ഉണ്ട് അല്ലേ. പെരിയാറിനെയും കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഇതിൽ 7ാമതായി പരിഗണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ ഓരോന്നും നമ്മൾ പറഞ്ഞു. സൈലന്റ് വാലി മാത്രമാണ് പാലക്കാട്. നമ്മൾ എടുത്തെടുത്ത് സ്ട്രെസ് ചെയ്ത് പഠിച്ചു പോയിട്ടുള്ള പോയിന്റുകളാണ് ഈ പറയുന്നത്. സൈലന്റ് വാലി മാത്രമാണ് പാലക്കാട്. ബാക്കി എല്ലാ ദേശീയോദ്യാനങ്ങളും നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ തന്നെ ചോല എന്ന് വാലായി വരുന്ന 3 എണ്ണവും എന്താണ്, 2003 ആകെ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഇരവിക്കുളത്തിൻ്റെ വർഷവും അതുപോലെ തന്നെ സൈലന്റ് വാലിയുടെ വർഷമാണെന്ന് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടവർക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് നമ്മുടെ കേട്ടവർക്ക് എന്താണ്, ഈ ഒരു മാർക്കും നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇനി അടുത്തത് നോക്കിക്കേ, കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിങ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ഇത് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, നോട്ടിലുണ്ട്. നമുക്ക് എന്തായാലും അതിലേക്ക് വരാം. അതിന് മുൻപ് ഈ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിക്കേ. ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ച പോയിന്റാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം, ജനസംഖ്യ കൂടിയതാണ് എന്ത്, മലപ്പുറം എന്നല്ലേ. എടുത്തെടുത്ത് തെറ്റിപ്പോവരുത്, കൺഫ്യൂഷൻ വരരുത് എന്ന് പറഞ്ഞ് എടുത്ത് പഠിപ്പിച്ച കാര്യമാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണെന്ന്. ആ ഒരു ഒറ്റ പോയിന്റ് പഠിച്ച ഒരാൾക്ക് എവിടെ എത്താം, ഇതിൻ്റെ ആൻസറിൽ എത്താം. കാരണം എന്താണ്, നമ്മളോട് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്, ഇത് തെറ്റാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഓപ്ഷൻ തെറ്റായി വരും. അതുപോലെ തന്നെ 1ഉം 3ഉം തെറ്റായി വരും. എല്ലാം ശരിയാണ് എന്നുള്ളതും തെറ്റായി വരും. ആ ഒരു ഒറ്റ പോയിന്റ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ എന്താണ്, നമുക്ക് ആൻസറിൽ എത്താം അല്ലേ, 1ഉം 2ഉം എന്നുള്ളത്. അതുപോലെ തന്നെ കായിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഇത് നമ്മളെന്താണ് റിവിഷനിൽ പറഞ്ഞു പോയ പോയിന്റാണ്. കേരളത്തിൻ്റെ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഈ വക എന്താണ് ചില പോയിന്റ്സുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യത എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നോക്കിക്കേ, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിങ് സംസ്ഥാനം അത് കേരളമാണ് എന്നുള്ളത് എന്താണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 പോയിന്റ് പഠിച്ചാലും എന്താണ് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയും അല്ലേ. അപ്പോൾ ആ ഒരു മാർക്കും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത് അല്ലേ. നോക്കിക്കേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതികളാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നും നമ്മളെന്താണ് പറഞ്ഞ് പഠിപ്പിച്ച കാര്യമാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് എന്താണ് ശരിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി. ഇതും നമ്മളെന്താണ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ്. ഇനി തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ പദ്ധതി
നീണ്ടകര എന്നാണ്. അത് തെറ്റാണ്. ഏതാണ്? വിഴിഞ്ഞമാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. സോ ഇത് നമ്മൾ പറഞ്ഞു പോയ പോയിന്റ്സ് ആണ്, നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞു പോയ പോയിന്റ്സ് ആണ് ഈ ഒരു ഭാഗം പഠിപ്പിക്കുമ്പോൾ. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് തെറ്റായി വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു മാർക്കും നിങ്ങൾക്ക് എന്താണ് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ശരിയായത് ഏതാണെന്നാണ്. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം. ഇതാ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, കേരളത്തിൻ്റെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ അഷ്ടമുടിക്കായലാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. കായലുകൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഓരോ കായലുകളും സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ കൃത്യമായിട്ട് പഠിക്കണം. അതിന് എന്തെങ്കിലും വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ വള്ളംകളികൾ കൃത്യമായിട്ട് പഠിക്കണം. ഓരോ കായലിലും നടക്കുന്ന വള്ളംകളി കൃത്യമായി പഠിക്കണമെന്ന് എടുത്തെടുത്ത് പറഞ്ഞ് പഠിപ്പിച്ച പോയിന്റുകളാണല്ലേ. ഇനി രണ്ടാമത്തെ നോക്കിയേ, ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം നമ്മുടെ ശാസ്താംകോട്ട അല്ലേ. ഇനി വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. നോക്കിക്കേ, കൊച്ചിയിൽ വീരൻപുഴ എന്നറിയപ്പെടുന്നുണ്ട്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു. 3 സ്റ്റേറ്റ്മെന്റും എന്താണ് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചു പോയ പോയിന്റുകളാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തവർക്കും എന്താണ് ഒരു മാർക്ക് സിമ്പിളായിട്ട് കിട്ടിയില്ലേ. നമ്മുടെ ക്ലാസ് കണ്ടിട്ട് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും എന്താണ് കേരള ജോഗ്രഫിയിൽ ഫുൾ മാർക്ക് തന്നെ കിട്ടാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത്രയും നമ്മൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞ ഭാഗത്ത് നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതും ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ SCRT ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. നിങ്ങൾ പഠിച്ചു വെച്ചോ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ എന്താണ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനൊക്കെ കണ്ടപ്പോൾ ഐ ആം സോ ഹാപ്പി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏതാണ്? ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. പമ്പ കിഴക്കോട്ട്, പാമ്പാർ പടിഞ്ഞാറോട്ട്, കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട്, പെരിയാർ കിഴക്കോട്ട്. നമ്മൾ നദികൾ പഠിക്കുമ്പോൾ സ്ട്രെസ് ചെയ്ത് ഞാൻ പറഞ്ഞ പോയിന്റാണ്, കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളേ ഉള്ളൂ, കബനി, ഭവാനി, പാമ്പാർ. ഇത് 3ഉം പഠിച്ചു വെച്ചോ. പിന്നെ എന്താണ് ഇതുപോലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് ഏതാണ്, കിഴക്കോട്ട് ഒഴുകുന്നത് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ വരും. അതുകൊണ്ട് ഈ 3 എണ്ണം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. പമ്പ കിഴക്കോട്ടാണ്. നമുക്കറിയാം പമ്പ ഏതാണ്, പടിഞ്ഞാറോട്ടാണ്. അപ്പം അത് തെറ്റാണ് അല്ലേ. പാമ്പാർ പടിഞ്ഞാറോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം പാമ്പാർ കിഴക്കോട്ടാണ്. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കുന്തിപ്പുഴ എങ്ങോട്ടാണ്, പടിഞ്ഞാറോട്ടാണ്. ഇനി പെരിയാർ കിഴക്കോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പെരിയാർ എങ്ങോട്ടാണ്, അത് നമ്മുടെ പടിഞ്ഞാറോട്ടാണ് അല്ലേ. അപ്പം അതെന്താണ് തെറ്റായതാണ്. നോക്കിക്കേ, കേരളത്തിലെ 3 നദികൾ മാത്രം കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. കബനി കർണാടകത്തിലേക്കും ഭവാനി, പാമ്പാർ നദികൾ തമിഴ്നാട്ടിലേക്കും പ്രവേശിക്കുന്നു അല്ലേ. ഈ 3 നദികളും കാവേരിയുമായിട്ട് ചേരുന്നു. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, തേർഡ് വൺ മാത്രം അല്ലേ. കുന്തിപ്പുഴ മാത്രമാണ് എന്ത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ നദികൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് ഓരോ നദികളും എന്താണ് അതിൻ്റെ ലെങ്ത്ത്, അത് ഒഴുകുന്ന ജില്ലകൾ, അതിൻ്റെ ഉത്ഭവം, പതനം, ട്രിബ്യൂട്ടറീസ്, പോഷക നദികൾ മിനിമം നിങ്ങൾ ഇത്രയെങ്കിലും പഠിച്ച് വെച്ചിരിക്കണം, മസ്റ്റായിട്ട് പഠിച്ച് വെച്ചിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. അതേപോലെയാണ് എന്ത് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതും അല്ലേ. ഇനി അപ്പോൾ ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്. SCRT ക്ലാസ്സിൽ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞതാണ്. എഴുതി വെച്ചോ അല്ലെങ്കിൽ കുറിച്ച് വെച്ചോ, ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരും. ഇത് ഞാൻ നോക്കിക്കേ, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചു തന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. റിവിഷൻ സമയത്ത് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തു പോയ ക്വസ്റ്റ്യൻ ആണ്. എക്സാക്റ്റ് ആ ക്വസ്റ്റ്യൻ ആണ് എന്ത് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? നോക്കിക്കേ, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ തരംതിരിക്കുന്നതിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ചെറിയൊരു ഡിഫറൻസ്, ഇതിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം എന്ന് ചോദിച്ചു, ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചു. നോക്കിക്കേ, മലനാട്, ഇടനാട്, തീരപ്രദേശം അല്ലേ. ഇവിടെ നോക്കിക്കേ, ഉൾപ്പെടാത്തത് ഇവിടെ വനപ്രദേശം എന്നാണ്, ഇവിടെ എന്താണ് തന്നിരിക്കുന്നത് സമതല പ്രദേശം എന്നാണ്. ആ ഒരു ഓപ്ഷൻ മാത്രമാണ് എന്ത് ചേഞ്ച് ആയിട്ടുള്ളത്. എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ ആണല്ലേ.
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ച എല്ലാവർക്കും എന്താണ്, ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. SCERTയിൽ എടുത്ത് പറഞ്ഞ ഭാഗമാണല്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ വരും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വാല്യൂ വെച്ചിട്ട്, സമുദ്രനിരപ്പിൽ നിന്നുള്ള വാല്യൂ വെച്ചിട്ട് എന്താണ് ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുന്ന പ്രദേശം ഏതാണ്, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ വരുമെന്ന് എടുത്തെടുത്ത് പറഞ്ഞതാണ്. സോ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ത് LGSൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാമിന് വന്നിരിക്കുന്നത്. സോ ഇത് പഠിച്ച എല്ലാവർക്കും എന്താണ് ഈ ഒരു മാർക്ക് സിമ്പിളായിട്ട് തന്നെ കിട്ടിക്കാണും. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായതേത്? വീണ്ടും ഇതാ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇടവപ്പാതി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഈ ഒരു ഭാഗം സ്ട്രെസ് ചെയ്ത് പറയുമ്പോഴും നമ്മൾ പറഞ്ഞു, ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ ഇതിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചിരിക്കണം അല്ലേ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ പറ്റി ഓരോ സ്റ്റേറ്റ്മെൻറ്റും എന്താണ് പറഞ്ഞ് 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 വെള്ളം പോലെ ആക്കി തന്ന പോയിന്റ്സ് ആണല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇടവപ്പാതി എന്നറിയപ്പെടുന്നു, തുലാവർഷം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതിലേതാണ് ഈ ഒരു ഭാഗം തെറ്റാണല്ലേ. ഇതേതാണ്, നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂണിനെയാണ് എന്ത് തുലാവർഷം എന്ന് അറിയപ്പെടുന്നത്. സോ നോക്കിക്കേ, നമ്മൾ പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇടവപ്പാതി എന്ന് അറിയപ്പെടുന്നത് ഏതാണ് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലെ. അതിനെ പറഞ്ഞ് നമ്മളെന്താണ് അതിൻ്റെ ഡീറ്റെയിൽഡ് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു SCERTയിലുള്ളത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഇത് ഇടവപ്പാതി കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു. കണ്ടോ, ഇതേ പോയിന്റിൽ ഇവിടെ ചോദിച്ചേക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്ലാസ് കണ്ടവർക്ക് എന്താണ് കൃത്യമായിട്ട് ഈ ഒരു മാർക്ക് എന്താണ് സിമ്പിളായിട്ട് കിട്ടിക്കാണും. കാരണം നമ്മൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലാണെങ്കിലും റിവിഷൻ സമയത്താണെങ്കിലും എല്ലാം സ്ട്രെസ് ചെയ്ത് പറഞ്ഞു പോയ ഭാഗമാണ് എന്ത് നമ്മുടെ ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മൺസൂണും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മാർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നോക്കിക്കേ, നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? ഇതാ നമ്മുടെ ഇടുക്കിയിലെ. നമ്മൾ കേരളത്തിൻ്റെ ബേസിക്സ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും വലുതും ഏറ്റവും ചെറുതും നിങ്ങൾ പഠിച്ചു വെക്കണം, ഏറ്റവും തെക്കേ അറ്റത്തെയും ഏറ്റവും വടക്കേ അറ്റത്തെയും പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞു പോയ ക്വസ്റ്റ്യൻസ് ആണ്. അതേ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. ഏതാണ്? നമ്മുടെ ഇടുക്കിയിലെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കാണും. ഇനി വരയാടിനെ അല്ലെങ്കിൽ നീലഗിരി താറിനെ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? നമ്മുടെ ഇരവിക്കുളം പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് വരയാട്. വരയാടിനെ സംരക്ഷിക്കാൻ എന്താണ് തമിഴ്നാട് പ്രോജക്റ്റ് നീലഗിരി താർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമ്മൾ എടുത്തു പറഞ്ഞ കാര്യമാണല്ലേ. അപ്പോൾ ആ ഒരു കാര്യം എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് ഈ എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ് നമ്മൾ എടുത്ത ഭാഗത്ത് നിങ്ങളോട് ഞാൻ കൃത്യമായി പഠിക്കണമെന്ന് പറയുന്ന ഭാഗത്ത് ആ പഠിച്ചിരിക്കണേ, മറന്നു പോകരുത്. കൃത്യമായിട്ട് എക്സാമിന് പോകുന്നതിൻ്റെ മുമ്പ് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ റിവിഷൻ ചെയ്ത് പോകണം എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും. അപ്പോൾ നമ്മുടെ എൻട്രിയുടെ കേരള ജോഗ്രഫി ക്ലാസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും എന്താണ് കേരള ജോഗ്രഫിയിൽ ഫുൾ മാർക്ക് തന്നെ കിട്ടിക്കാണും. അതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം നമ്മൾ റിവിഷനിലാണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഡിസ്കഷനിലാണെങ്കിലും എല്ലാം എടുത്ത് നിങ്ങളെ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ എടുത്ത ഭാഗത്ത് നിന്ന് തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട് കേട്ടോ, അതുകൂടെ പറയാം. എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ കേരള ബേസിക്സിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ മലനാട് ഇടനാട് ചോദിച്ചിട്ടുണ്ട്. അടുത്ത തവണ നിങ്ങൾക്ക് എന്താണ് വിളകൾ ചോദിക്കാം. മലനാട് ഇടനാട് തീരപ്രദേശം ഇതിൽ നിന്നുള്ള വിളകൾ ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് 7.5 അതുപോലെ തന്നെ 75 മീറ്റർ ഇതിൻ്റെ ഇടയിലുള്ള പ്രദേശം ഏതാണ്, അല്ലെങ്കിൽ 7.5 മീറ്ററിന് താഴെയുള്ള പ്രദേശം ഏതാണ്, 75 മീറ്ററിന് മുകളിലുള്ള പ്രദേശം ഏതാണെന്ന് ചോദിക്കാം. വടക്ക് കിഴക്കൻ മൺസൂണിനെ പറ്റി ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫെർട്ടിഗേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എന്താണ് ക്രോപ്പിംഗ് മെത്തേഡ്സ് ഉണ്ടല്ലേ, കൃഷി ചെയ്യുന്ന രീതികൾ നമ്മുടെ SCERTയിൽ കൃത്യമായിട്ട് പറയുന്നു. മണ്ണിനത്തെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ SCERT 2 ചാപ്റ്റർ ഉണ്ട്, അത് കൃത്യമായിട്ട് അരിച്ച് പെറുക്കി നിങ്ങൾ പഠിച്ചു പോകണം. അതുപോലെ തന്നെ നമ്മുടെ ബോർഡറിങ്, അതായത്
കേരളത്തിൻ്റെ കിഴക്കേ അതിർത്തി ഏതാണ്, അതുപോലെ തന്നെ പടിഞ്ഞാറേ അതിർത്തി ഏതാണ്, ഇതുപോലെയുള്ള ബോർഡേഴ്സ് പഠിക്കണം. പിന്നെ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും, അതായത് കേരള ബേസിക്സിൽ പറയുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് ഓരോരോ പ്രോഗ്രാംസ്. ഇപ്പോൾ ഫിലമെൻറ്റ് ഫ്രീ ബൾബ് രഹിത ഏരിയ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം, പീലിക്കോട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്. പിന്നെ നമ്മുടെ കേരള ബേസിക്സിൽ എന്താണ്, നമ്മുടെ ഔദ്യോഗിക പുഷ്പം, അതുപോലെ തന്നെ ആനിമൽ, അതൊക്കെ ചിലപ്പോൾ എന്താണ് ഒത്തിരി ടഫാണ് ക്വസ്റ്റ്യൻ പേപ്പറെങ്കിൽ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ പാർക്ക് വന്യജീവി സങ്കേതം വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സൈലൻറ്റ് വാലി നിങ്ങൾ കുറിച്ചിട്ടോ, സൈലൻറ്റ് വാലിയെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അതുപോലെ തന്നെ ഇരവിക്കുളം, അതുപോലെ തന്നെ പെരിയാർ വന്യജീവി സങ്കേതം, പിന്നെ ആറളം, അതുപോലെ തന്നെ എന്താണ് പക്ഷി സങ്കേതങ്ങളിലാണെങ്കിൽ മംഗളവനം, അതുപോലെ തന്നെ തട്ടേക്കാട്, കുമരകം, ഇതൊക്കെ എന്താണ് ഒന്നുകിൽ അതിൻ്റെ വിശേഷണങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ട് ചോദിക്കാം. കാരണം ഈ ഒരു ഭാഗമൊക്കെ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നദികളെ പറയുകയാണെങ്കിൽ എന്താണ്, നദികളിലുള്ള വെള്ളച്ചാട്ടങ്ങളോ അല്ലെങ്കിൽ എന്താണ് അണക്കെട്ടുകളോ ചോദിക്കാം. അതേപോലെ തന്നെ നമ്മുടെ പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, മഞ്ചേശ്വരം പുഴ, പിന്നെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്, അല്ലെങ്കിൽ കിഴക്കോട്ട് ഒഴുകാത്ത നദി ഏതാണ്. അപ്പോൾ നേരത്തെ നമുക്ക് എന്താണ് ഓരോന്നും ഓരോ ഡയറക്ഷൻ പറഞ്ഞിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ വൺ വേർഡ് ആയിട്ട് തന്നെ കിഴക്കോട്ട് ഒഴുകുന്നത് ഏതാണ്, ഒഴുകാത്തത് ഏതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് പറയാഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്കപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ എന്താണ്, നിങ്ങൾക്കത് കൃത്യമായിട്ട് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും അല്ലേ. ഇനി അണക്കെട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇടുക്കി പഠിക്കണം. അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. മത്സ്യബന്ധനത്തിൽ നിന്നാണെങ്കിൽ എന്താണ് നമ്മുടെ കുറച്ച് എന്താണ് പദ്ധതികളുണ്ടല്ലോ, ആ പദ്ധതികളൊന്ന് നോക്കി വെക്കുക കേട്ടോ. അധികം ടഫാക്കാൻ ചാൻസ് ഇല്ല, എന്നാലും എന്താണ് പദ്ധതികളൊന്ന് നോക്കി വെക്കുക കേട്ടോ. സോ നമ്മുടെ ക്ലാസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും എന്താണ് ഈ ഒരു എക്സാമിൽ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുൾ മാർക്ക് തന്നെ കിട്ടിക്കാണും. അതെന്താണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. സോ ഇനിയും എന്താണ് നമ്മുടെ ക്ലാസ്സസ് കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സസ് കാണാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കാണുക. അതുപോലെ തന്നെ എന്താണ് അടുത്ത എക്സാമിന് കൃത്യമായിട്ട് പഠിക്കുക, വളരെ പോസിറ്റീവായിട്ടിരിക്കുക. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ശ്രദ്ധിച്ച് പഠിക്കുക. പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. നല്ല രീതിയിൽ തന്നെ എല്ലാവരും മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.